പെട്ടെന്നൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ. ഈ കാണുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് റെഡിയായത്. ആദ്യം തന്നെ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. സ്പൈസസ് അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ളതുപോലെ ഒത്തിരിയൊന്നും അല്ല, എന്നാലും ഞാൻ വളരെ കുറച്ച് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്പൈസസൊക്കെ ആഡ് ചെയ്തു. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ള സവാളയും തക്കാളിയും ക്യാരറ്റും കിഴങ്ങുമാണ്. അത് ആദ്യം നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് അതിന് ശേഷം അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി സവാള അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അതൊന്ന് വഴണ്ട് വരുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 കിലോ ചിക്കനെ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് ചിക്കൻ ഒരു വൈറ്റ് കളറാകുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ അടച്ച് വെച്ച് ഇച്ചിരി നേരം വേവിക്കുക. എന്നിട്ട് അതിലേക്ക് കിഴങ്ങും ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് വേകാനായിട്ട് വെക്കുക. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സീൻ ഞാനിതിൽ എടുത്തിട്ടില്ല. പിന്നെ അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. 1 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് വേകാനായിട്ട് വെക്കുക. നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ട് അത് എടുത്തതിന് ശേഷം അപ്പോൾ അത് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും അതിന്. അതിലേക്ക് നമ്മൾ തേങ്ങയുടെ 1-ാം പാലാണ് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് വീണ്ടും വേവിക്കാനായിട്ട് വെക്കുക. ആ നേരം കൊണ്ട് നമ്മൾ കടുക് വറക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യുക. അങ്ങനെ കടുക് വറുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇതിന്. പെട്ടെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.